ഹലോ, മൗനരാഗം സീരിയലിൽ അടുത്ത ആഴ്ചയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത് എന്ന് വളരെ ചുരുക്കത്തിൽ അറിയാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം അടുത്ത ആഴ്ചയിലെ മൊത്തം വിശേഷങ്ങൾ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഈ പറയുന്ന വിശേഷങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു അത്യുഗ്രൻ എപ്പിസോഡുകൾ തന്നെയായിരിക്കും അടുത്ത ആഴ്ചയിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് വിക്രം ആൽബിയെ ആക്രമിക്കുന്നതും ആൽബിയുടെ തലക്കടി കൊണ്ടിട്ട് ആൽബിയുമായിട്ട് നമ്മുടെ സോണി ഹോസ്പിറ്റലിലേക്ക് പോകുന്നതും അതിനിടയിൽ നമ്മുടെ കിരണിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. കിരണും കല്യാണിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നതും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അപ്പോൾ കിരണിനെ വിളിച്ചിട്ട് സോണി നടന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ പറയുകയാണ്. ഇത് കേട്ട കിരൺ ആകെ ഞെട്ടുകയാണ്. അപ്പോൾ അതേസമയം തന്നെ കല്യാണി കിരണിനോട് ചോദിക്കുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കിരൺ ആണെങ്കിൽ കല്യാണിയോട് പറയുകയാണ് ആൽബി ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, ആൽബിയെ കള്ളന്മാർ ആക്രമിച്ചു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ കല്യാണിയോട് പറയുകയാണ്. അതേസമയം തന്നെ കല്യാണി കിരണിനോട് ചോദിക്കുകയാണ്, കിരണേട്ടാ ഇതാരായിരിക്കും ആൽബിയേട്ടനെ ഇതുപോലെ ആക്കിയിരിക്കുക എന്ന് ചോദിക്കുകയാണ്. അതേസമയം തന്നെ കിരൺ പറയുകയാണ് അതൊരു പക്ഷേ നമ്മുടെ അപ്പുറത്തുള്ളവനായിരിക്കുള്ളൂ, നമ്മുടെ ആ അങ്കിളായിരിക്കുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയുകയാണ് അങ്കിൾ ആവാനായിട്ടുള്ള സാധ്യതയൊന്നുമില്ല, കാരണം അയാളിപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലല്ലേ, അതുകൊണ്ട് അങ്കിൾ ആവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണെന്ന് പറയാം കേട്ടോ. എൻ്റെ കല്യാണി അയാൾക്ക് ഭ്രാന്തൊന്നുമില്ലല്ലോ, അയാൾ ഭ്രാന്താശുപത്രിയിലാണെന്ന് മാത്രമല്ലേ ഉള്ളൂ, അയാൾ അവിടെ ഇരുന്ന് എന്തൊക്കെ പണി ഒപ്പിക്കുന്നു എന്ന് നമുക്കറിയില്ലല്ലോ, എന്തായാലും അയാൾ തന്നെ ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്, കല്യാണി വേഗം റെഡി ആയിക്കൊള്ളട്ടോ, നീ ഹോസ്പിറ്റലിൽ ചെന്നാലേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ റെഡി ആവാനായിട്ട് അങ്ങ് പോവാട്ടോ. അപ്പോഴേക്കും കല്യാണി ചിന്തിക്കുകയാണ് ഇതൊരിക്കലും അങ്കിളാവാനുള്ള സാധ്യതയൊന്നുമില്ല, ചിലപ്പോൾ ഒരുപക്ഷെ വിക്രമായിരിക്കും ഇതൊക്കെ ചെയ്തിരിക്കുക, സാധ്യതയുണ്ട്. ശരണ്യയുടെ ജീവിതത്തിൽ നടന്ന അതേ കാര്യം തന്നെയാണ് ഇപ്പോൾ സോണിയുടെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ വിക്രമാവാനുള്ള സാധ്യതയുണ്ടെന്ന് നമ്മുടെ കല്യാണിയുടെ മനസ്സിലിങ്ങനെ തോന്നുക കേട്ടോ. ഇനി അവനാണ് ഇത്തരത്തിലുള്ള ഈ അക്രമം ചെയ്തിരിക്കുന്നതെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല, അവനെ എന്തായാലും നിയമത്തിന് മുന്നിൽ എത്തിക്കും, അവനെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ കല്യാണി മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അടുത്ത സീനിൽ കിരണും കല്യാണിയും കൂടെ സോണിയും ആൽബിയും ഉള്ള ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്തായാലും കല്യാണീനെയും കിരണിനെയും സോണി കണ്ട ഉടനെ തന്നെ കിരണിനെ ചെന്ന് സോണി കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ ആൽബിയേട്ടിന് എന്തോ പറ്റിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും കിരൺ ചോദിക്കുകയാണ് അല്ല ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ 2 ദിവസത്തേക്ക് കിടക്കണം എന്നാണ് പറഞ്ഞത്, ഒരുപാടധികം ചോരം പോയിട്ടുണ്ടല്ലോ അതുകൊണ്ടാണെന്ന് പറയാം കേട്ടോ. അപ്പോഴേക്കും കിരൺ പറയാണ് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ആൽബി ഇതുപോലെ ആക്കിയത് നമ്മുടെ അങ്കിളാവാനുള്ള സാധ്യതയുണ്ടെന്ന് പറയാണ്. അതേസമയം തന്നെ നമ്മുടെ സോണി പറയാണ് ഇല്ല, അങ്കിളാവാനായിട്ടുള്ള യാതൊരു സാധ്യതയില്ല, ഞാൻ ഈ ദുഷ്ടത്തരം ചെയ്തവൻ്റെ കണ്ണുകളെ ശ്രദ്ധിച്ചിരുന്നു, മുഖം കാണാൻ പറ്റിയില്ല, മുഖം മൂടി വെച്ചിട്ടുണ്ടായി, ആ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് നല്ല പരിചയമുള്ള കണ്ണുകൾ തന്നെയാണെന്ന്. പിന്നെ അത് മാത്രമല്ല മൽപ്പിടുത്തത്തിനിടയിൽ എനിക്ക് അവൻ്റെ ഓരോ ചേഷ്ടകളും എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. അതെ, ഇത് വിക്രം തന്നെയാണ്, രാജകുമാരനാവണമെന്ന് പറഞ്ഞ അച്ഛനും അമ്മയും വളർത്തി ഇപ്പോൾ സൂപ്പർ പെരുങ്കള്ളനായിരിക്കുന്ന ആ വിക്രം തന്നെയാണ് എൻ്റെ ആൽബിയേട്ടിനെ ഇങ്ങനെ ആക്കിയെന്ന് പറയാം കേട്ടോ. അതേസമയം തന്നെ കല്യാണി ചോദിക്കുകയാണ് വിക്രമാണെന്നുള്ളത് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും സോണി പറയാണ് എനിക്ക് നല്ല ഉറപ്പാണ്, വിക്രം തന്നെയാണ്, അവൻ്റെ കണ്ണുകളെ എനിക്ക് നന്നായി തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറയാം കേട്ടോ. കുറച്ച് നാൾ അവൻ്റെ കൂടെ ഞാൻ കഴിഞ്ഞതല്ലേ, അവൻ്റെ ഭാര്യയായി, അതുകൊണ്ട് തന്നെ അവൻ്റെ കണ്ണുകളെ എനിക്ക് നന്നായി തിരിച്ചറിയാൻ പറ്റും കല്യാണി, അവൻ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ് സോണി നീ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അവനാണ് ആ ചെയ്തെങ്കിൽ അവന് തീർച്ചയായിട്ടും പോലീസിനെ കൊണ്ട് ഞാൻ പിടിപ്പിക്കും, അവൻ തീർച്ചയായിട്ടും നിയമത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും എന്ന് പറയാം കേട്ടോ. അതേ കിരണേട്ടാ, ഞാൻ കിരണേട്ടനോട് പറഞ്ഞില്ലേ ഇത് അങ്കിളായിരിക്കില്ല മറ്റാരെങ്കിലും ആയിരിക്കുമെന്ന്, ഇനി അങ്കിളാണെങ്കിൽ തന്നെ ഉപദ്രവിക്കാൻ മാത്രമേ നോക്കുകയുള്ളൂ, മോഷ്ടിക്കാൻ ശ്രമിക്കില്ല. ഇവൻ പക്ഷേ മോഷ്ടിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് വിക്രം തന്നെ ആവാനുള്ള സാധ്യതയേ ഉള്ളൂ. ശരണ്യയുടെ ജീവിതത്തിലും ഇത് തന്നെയല്ലേ സംഭവിച്ചത്, അപ്പോൾ വിക്രം തന്നെ ആവാനായിട്ടുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളതെന്ന് കല്യാണി കിരണിനോട് പറയാട്ടോ. കല്യാണി എൻ്റെ ആൽബിയേട്ടനൊന്നും സംഭവിക്കരുത് കല്യാണി, എനിക്ക് ആകെ കൂടെ പേടിയാവുകയാണ്, എനിക്ക് ഇനി അവനോടൊന്നും ക്ഷമിക്കാൻ കൂടെ പറ്റില്ല കല്യാണി എന്ന് പറയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ് നീ ക്ഷമിക്കേണ്ട, നീ വിഷമിക്കേണ്ട, എന്തായാലും നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി എഴുതി കൊടുക്കാം, ഇനി അവൻ്റെ നാട്ടിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത്രയധികം പെരുങ്കളാനായിട്ടുള്ള അവനെ എത്രയും വേഗം പോലീസിൻ്റെ കയ്യിലെത്തിക്കണം, ഇതുപോലൊരു ആങ്ങള എനിക്കിനി വേണ്ട, നാട് മുടിക്കാനായിട്ടുണ്ടായവൻ, അവനെ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്കറിയാം എന്ന് കല്യാണി പറയാട്ടോ. അപ്പോഴേക്കും കിരൺ പറയാണ് കല്യാണി നീ ഒന്ന് സമാധാനിക്കുക, അവൻ തന്നെയാണോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ, എന്തായാലും അവനാണോ എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് മതി എന്ന് പറയണം. അതേസമയം തന്നെ സോണി പറയാണ് അവൻ തന്നെയാണ് ഏട്ടാ, അവനെ തൊട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി, അവൻ്റെ കണ്ണും അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ ചേഷ്ടകളും എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ കുറേ കാലം അവൻ്റെ ഭാര്യയായിട്ട് താമസിച്ചതല്ലേ, അതുകൊണ്ട് എനിക്ക് അവനെ അറിയാനായിട്ട് സാധിക്കും ഏട്ടാ എന്ന് പറയാണ്. ആ സമയത്ത് ആൽബിയേട്ടിനെ രക്ഷിക്കണമെന്ന് മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായുള്ളൂ, അതുകൊണ്ട് ആ സമയത്തൊന്നും പറയാനോ പ്രതികരിക്കാനോ പറ്റിയില്ല, ആൽബിയേട്ടനായിട്ട് എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്താനാണ് ഞാൻ നോക്കിയതെന്ന് പറയാട്ടോ. അപ്പോഴേക്കും ഡോക്ടർ വരാണ്. അപ്പോൾ ഡോക്ടറോട് നമ്മുടെ കിരൺ ചോദിക്കുകയാണ് ഡോക്ടർ എങ്ങനെയുണ്ട്, ആൽബിക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഡോക്ടർ പറയുകയാണ് ആൽബിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല, എന്തായാലും കുറച്ച് ചോര പോയി, നാളെ തന്നെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പറയാം കേട്ടോ.
എന്തായാലും ഇത് കേട്ടതും സോണിക്കും കല്യാണിക്കും വളരെ സമാധാനമാവട്ടോ. അടുത്ത സീനിൽ പിറ്റേ ദിവസം രാവിലെയാണ് കാണിക്കുന്നത് കേട്ടോ. അതേസമയം തന്നെ വിക്രം ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്, ദൈവം ഇനി അങ്ങനെ പോലീസ് കേസ് ആവാൻ സാധ്യതയുണ്ടോ, എന്ത് തന്നെയാണെങ്കിലും ചിലപ്പോൾ ഒരു പക്ഷേ അവൻ ചത്തിട്ടുണ്ടാവും. എനിക്ക് എന്തായാലും മനസ്സിന് നല്ല സമാധാനമുണ്ട്. കാരണം അവൻ എന്നെയും വെല്ലുവിളിച്ച് എൻ്റെ ആദ്യ ഭാര്യയും എൻ്റെ കുഞ്ഞിനെയും സ്വന്തമാക്കി. അവൻ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്തായാലും ഞാനടിച്ചടിയിൽ അവൻ ചാവേണ്ട സമയമൊക്കെ കഴിഞ്ഞു. എന്തായാലും പ്രതികാരം വീട്ടിയപ്പോൾ എനിക്കിത്തിരി മനസ്സമാധാനമൊക്കെ തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിക്രം നിൽക്കുക കേട്ടോ. അതേസമയം തന്നെ വിക്രത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ പ്രകാശം വരികയാണ്. പ്രകാശം ചോദിക്കുകയാണ്, അല്ല നീ എന്തെങ്കിലും ആലോചിച്ച് നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വിക്രം പറയുകയാണ്, ഒന്നുമില്ല അച്ഛാ, ഞാനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെന്ന് അറിയാട്ടോ. അതേസമയം തന്നെ വിക്രം പറയുകയാണ്, നമുക്ക് എന്തായാലും ഈ വീടൊന്ന് മാറണോടാ, വാടക വീടാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇവിടെ നിന്നൊന്ന് മാറണം, മനസ്സമാധാനം വേണം എന്ന് പറയുകയാണ്. അതേസമയം തന്നെ വിക്രം പറയുകയാണ്, നമുക്ക് എന്തായാലും മാറാച്ചാ, ഞാനൊരു ജോലിക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, ജോലി കിട്ടിയ ഉടനെ തന്നെ നമുക്ക് മറ്റൊരു വീട് നോക്കാം എന്ന് പറയാട്ടോ. ഇത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി, ഈ നരകത്തിൽ ജീവിക്കാനായിട്ട് ഒരു സമാധാനം ഇല്ലടാ, എത്രയും വേഗം ഇവിടെ നിന്ന് പോയാലേ നമുക്ക് സമാധാനമുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ വിക്രം പറയാണ്, അച്ഛാ പേടിക്കാതെ നമുക്ക് പോവാം, നമുക്ക് മാറാം എന്നൊക്കെ പറയാട്ടോ. എന്തായാലും അച്ഛാ നമുക്ക് ഇതിലും വലിയൊരു വീടെടുത്തിട്ട് മാറാട്ടോ എന്ന് പറയണം. അതേസമയം തന്നെ പ്രകാശം ചോദിക്കുക, അല്ല നിനക്ക് വല്ല ലോട്ടറി അടിച്ചോ ഇതുമാതിരിയൊക്കെ സംസാരിക്കാൻ? അപ്പോഴേക്കും വിക്രം പറയാണ്, ലോട്ടറി ഒന്നും അടിച്ചിട്ടില്ല, എനിക്കൊരു ജോലി കിട്ടാറായി എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, എന്തായാലും ആ ജോലി കിട്ടിയതിന് ശേഷം നമുക്ക് നല്ലൊരു വീടെടുത്ത് മാറാമെന്ന് പറയാണ്. അപ്പോഴേക്കും പ്രകാശം പറയാണ്, എനിക്കെന്തായാലും സമാധാനമായിടാ, എൻ്റെ മോന് നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് എൻ്റെ സ്വപ്നമായിരുന്നു, നിൻ്റെ നല്ല മനസ്സിൽ ദൈവം നിനക്ക് നല്ലൊരു ജോലി തന്നെ തരുവിടാ എന്നിങ്ങനെ വിക്രത്തിനോട് പ്രകാശം പറയാട്ടോ. നീ രാജകുമാരനാവണം, നീ ചക്രവർത്തി ആവണം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ അച്ഛൻ. അതേസമയം തന്നെ ഇതൊക്കെ കേട്ട് വരുന്ന ശരണ്യ പറയണം, ആഹാ പിന്നെയും വളർത്തുന്നതാണല്ലോ രാജകുമാരനും ചക്രവർത്തിയും ഒക്കെ ആക്കി, ഇനി വല്ല ജയിലിലും പോയി കിടക്കാനായിട്ട് ഇടവരുത്തരുത് കേട്ടോ എന്ന് പറയാട്ടോ. അതേസമയം തന്നെ പ്രകാശന് ഇത് പിടിക്കുന്നില്ല കേട്ടോ. നീ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ എന്ന് പറയാട്ടോ പ്രകാശൻ. എൻ്റെ മോനെ ഒരിക്കലും ജയിലിലേക്ക് പോകേണ്ടി വരില്ല എന്ന് പറയാട്ടോ. അതേസമയം തന്നെ നമ്മുടെ ശരണ്യ പറയാണ്, ജയിലിലേക്ക് പോകണ്ടെങ്കിൽ സമാധാനമുണ്ട്. അതെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്, സോണിയുടെ ആൽബേർട്ടിൻ്റെ വീട്ടിലെ കള്ളം കയറിയെന്നല്ലേ. എന്തായാലും ആൽബിയേട്ടൻ്റെ തലക്കടിച്ച് ഇപ്പോൾ ആൽബിയേട്ട ഹോസ്പിറ്റലിലാണ്, എന്തായാലും സ്വർണ്ണമൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറയാണ്. അതേസമയം തന്നെ പ്രകാശം പറയാണ്, ആഹാ എനിക്ക് നന്നായി, അവൾക്ക് അത് തന്നെ കിട്ടണം, ഇവിടെ വന്ന് എന്തൊരു വെല്ലുവിളിയായിരുന്നു അവനോളും കൂടി അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് പറയാട്ടോ. എൻ്റെ മോൻ അവളുടെ മുൻ ഭർത്താവാണെന്ന് ഉള്ള ഒരു പരിഗണന പോലും അവൾ കൊടുക്കാതെ എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ മോൻ്റെ മുഖത്ത് നോക്കി അവൾ വിളിച്ചു പറഞ്ഞത്. അവളുടെ കെട്ടിയോനെ ചാകണം, അത് തന്നെയാണ് അവൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ, അത് തന്നെ അവൾക്ക് കിട്ടണം എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. അപ്പോഴേക്കും ശരണ്യ വയ്ക്കുകയാണ്, ആഹാ നിങ്ങൾക്ക് ഒരു മനസാക്ഷിയില്ലല്ലോ, ഒരു അപകടം പറ്റിയ ആളെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കണേ? എനിക്കൊരു മനസാക്ഷിയില്ലെന്ന് പ്രകാശം പറയുമ്പോൾ ശരണ്യ പറയാണ്, എങ്കിലേ ആ മോഷ്ടാവ് നിങ്ങളുടെ മകനല്ലാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളാൻ പറയാട്ടോ. ഇത് കേട്ടോ ഉടനെ തന്നെ വിക്രം ആകെ ഞെട്ടുകയാണ്. വിക്രം ചോദിക്കുക, ഞാനോ എന്ന് ചോദിക്കാട്ടോ. ഇതേ ശരണ്യ നീ വെറുതെ അനാവശ്യങ്ങളൊന്നും പറയരുത്, ഞാൻ അതൊക്കെ നിർത്തിയിട്ട് ഒരുപാട് കാലമായി എന്ന് പറയണം. അപ്പം ശരണ്യ വയ്ക്കുകയാണ്, ആഹാ എന്നിട്ടായിരിക്കും നീ എൻ്റെ അമ്മയുടെ മാല പൊട്ടിച്ചിട്ട് ഓടിയത് എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും വിക്രം പറയണം, പിന്നെ ജീവിക്കാൻ വേറെ വഴിയില്ലാണ്ട് വേറെ സാഹചര്യമൊന്നും ഇല്ലാണ്ട് വന്നപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണ്, പക്ഷേ ഇപ്പം ഞാൻ നിൻ്റെ കൂടെയല്ലേ ജീവിക്കണത്, അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറയാട്ടോ. അതൊക്കെ എന്തെങ്കിലും ആവട്ടെ, ഞാൻ ഒരു കാര്യം പറയട്ടെ വിക്രം, നീയാണ് ഇത് ചെയ്തതെങ്കിൽ നിന്നെ ഒരിക്കലും കല്യാണിയും കിരണും സോണിയും ഒന്നും വെറുതെ വിടാൻ പോകുന്നില്ല, എന്തായാലും നീ അക്കാര്യം മനസ്സിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാട്ടോ. ഇത് കേട്ടോണ്ടേ തന്നെ വിക്രമാകെ ഞെട്ടിത്തിരിക്കുകയാണ് കേട്ടോ. ഇനി അങ്ങനെ ശരണ്യ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ, ഇനി ഇവർക്കും എന്തെങ്കിലും സംശയമുണ്ടോ? സോണിക്കും അതുപോലെ തന്നെ ആൽബിക്കും തന്നെ സംശയം ഉണ്ടാവില്ല, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അവർ വിചാരിക്കില്ല, ഇനി ഇങ്ങനെ സംശയമുണ്ടോ, എന്നെ പിടിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള ടെൻഷൻസ് നമ്മുടെ വിക്രത്തിൻ്റെ മനസ്സിലേക്ക് ഇങ്ങ് വരികയാണ് കേട്ടോ. അടുത്ത സീനിൽ കല്യാണി കിരണും വന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ വിക്രത്തിനെ അവർ കാണുകയാണ്. അപ്പോൾ കല്യാണി കിരണിനോട് പറയാണ്, കിരണേട്ടാ ബൈക്ക് ഒന്ന് നിർത്തിയെന്ന് പറയാണ്. അങ്ങനെ കിരൺ വണ്ടി നിർത്തുകയാണ്. അങ്ങനെ കല്യാണി നേരെ തന്നെ വിക്രത്തിൻ്റെ അടുത്ത് എന്നിട്ട് ചോദിക്കുകയാണ്, ഏട്ടാ നിനക്ക് ഇത്രയായിട്ടും നന്നാവണം എന്നുള്ളൊരു തോന്നലൊന്നും ഇല്ലല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, അല്ല ഞാൻ എന്ത് ചെയ്യുമെന്നാണ് നീ പറയണേന്ന് ചോദിക്കുക കേട്ടോ. എടാ നിനക്ക് ഇത്രയധികം ക്രൂരത ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോടാ, നിനക്കൊന്ന് നന്നായി കൂടെയായിരുന്നോടാ? അതെ നിൻ്റെ അച്ഛനെ പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, മോനെ ഇതുപോലെ വളർത്തി വലുതാക്കി അയാളെ തന്നെ വേണം പറയാനായിട്ട്, അയാൾക്ക് ഇത് തന്നെ കിട്ടണം. നീ അയാളെക്കുറിച്ചൊന്നും ഓർത്തില്ലല്ലോടാ, നിന്നെ ഇത്രയധികം സ്നേഹിച്ച് വളർത്തി ആ ഒരു അച്ഛനെക്കുറിച്ച് ഓർത്തെങ്കിൽ നീ ഇതുപോലെ ചെയ്യുമായിരുന്നോടോ എന്നിട്ട് ഇങ്ങനെയൊക്കെ കല്യാണി ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ വിക്രത്തിന് ദേഷ്യം വരണം. വിക്രം ചോദിക്കണം, ഞാൻ എന്ത് ചെയ്തെന്നാടി നീ പറയുന്നത്, എന്താടി എന്നിങ്ങനെ ചോദിക്കാം കേട്ടോ. എടാ വിക്രം ഇനി നീ ഒന്നും പറയണ്ട, സോണിയുടെ വീട്ടിൽ കയറി മോഷ്ടിച്ചത് നീയാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, ഞാനത് മനസ്സിലാക്കി കഴിഞ്ഞു, അതുകൊണ്ട് ഇനി നീ ഒന്നും പറയാൻ നിൽക്കണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേക്കും വിക്രം പറയാണ്, ഞാൻ അല്ല എന്ന് എത്ര തവണ പറയണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും അപ്പോൾ നീ അല്ല എന്ന് നീ ഇങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, നീ തന്നെയാണ് മോഷ്ടിക്കാൻ കയറിയിരിക്കുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, നീ എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിൽ കുടുങ്ങാൻ പോവാടാ, എന്തായാലും നിൻ്റെ പേരിൽ കേസ് കൊടുക്കാൻ പോവാമെന്ന് നമ്മുടെ കല്യാണി പറയാം കേട്ടോ. അങ്ങനെ വിക്രമാണെങ്കിൽ തർക്കിക്കുകയാണ്, ഞാനല്ല ചെയ്തതെന്ന് പറഞ്ഞ് തർക്കിക്കുകയാണ്. എന്തായാലും നമ്മുടെ കല്യാണി വിക്രത്തിന് നല്ല അടി വെച്ച് കൊടുക്കുന്നുണ്ട്, നീ തന്നെയാണെന്നുള്ളത് എനിക്കറിയാടാ, എന്തായാലും നീ
ആൽബിയേട്ടന് എന്തെങ്കിലും പറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ നിന്നെ എങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കണം എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാടാ, നിന്നെ ജയിലിൽ കയറ്റാൻ എനിക്ക് അറിയാടാന്ന് പറയുന്നത് ആൽബീനെ നമ്മുടെ വിക്രത്തിനെ പിടിച്ചിട്ട് കല്യാണി അടിക്കുകയാണ് കേട്ടോ. അതേസമയം തന്നെ കല്യാണി പറയാണ്, ആൽബിയേട്ടന് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിയാണ് നീ അത് ചെയ്തതെങ്കിൽ നീ പിന്നെ ജീവിച്ചിരിക്കില്ലടാ, നിന്നെ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം, കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ട് നമ്മുടെ കല്യാണി വണ്ടിയിൽ കയറി അങ്ങ് പോവാട്ടോ. എന്തായാലും ഇതൊക്കെ കേട്ട് വിക്രം ആകെ കൂടെ ടെൻഷനാകും കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു, താൻ തന്നെയാണ് ആൽബിയെ ഉപദ്രവിച്ചതെന്നും അതൊക്കെ മോഷ്ടിച്ചതെന്നും എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ഇനിയൊന്നും തനിക്കൊരു രക്ഷയില്ല എന്നുള്ളത് നമ്മുടെ വിക്രത്തിന് മനസ്സിലാവുകയാണ് കേട്ടോ. അതിനുശേഷം കല്യാണിയും കിരണും കൂടെ ചെന്നിട്ട് വിക്രത്തിൻ്റെ പേരിൽ കേസ് കൊടുക്കുക കേട്ടോ. അങ്ങനെ പോലീസുകാർ വിക്രത്തെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഇത് കണ്ട് ഉടനെ തന്നെ പ്രകാശൻ ആകെ കൂടെ വിഷമമാവാണ്. പ്രകാശൻ അങ്ങ് കരയാണ്. ഈ കാര്യങ്ങളൊക്കെ കല്യാണി മനഃപൂർവ്വം ചെയ്തതാ, എൻ്റെ മോനൊന്നും ചെയ്തിട്ടില്ല, അവനൊരു നല്ല ജോലി കിട്ടിയെന്ന് അവൾ അറിഞ്ഞതിൻ്റെ അസൂയയിലാണ് അവൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രകാശൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. എന്തായാലും എൻ്റെ മോനെ രക്ഷിക്കണം അമ്മേ, അവനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതൊരറ്റം വരെ പോകും, കല്യാണിനെ ഞാൻ മനസ്സമ്മതമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല അമ്മയെന്ന് പറയാട്ടോ. അതേസമയം തന്നെ അമ്മമ്മ ചോദിക്കുകയാണ്, അല്ലടാ അവളെന്തിനാ ഇതുപോലെ നമ്മുടെ കൊച്ചിനെ വിഷമിപ്പിക്കുന്നേ, എന്തിനാ നമ്മുടെ കൊച്ചിനോട് ഇതുപോലെ ഉപദ്രവം കാണിക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാട്ടോ. എന്തായാലും പ്രകാശൻ്റെ വക കൂടുകയും ചെയ്തു. പ്രകാശനും നമ്മുടെ മുത്തശ്ശിയും കൂടെ വാവിട്ട് കരയുകയാണ് കേട്ടോ. അതേസമയം തന്നെ കല്യാണിയോട് കിരൺ ചോദിക്കുകയാണ്, കല്യാണി നീ ഈ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്കും കല്യാണി പറയാണ്, അതേ കിരണേട്ടാ, ഞാൻ എന്തായാലും ഇതിൽ ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ്, അവനെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കയറ്റണം, പിടിപ്പിക്കണം എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് വക്കീൽ വേണ്ടേന്ന് ചോദിക്കുമ്പോഴത്തേക്കും കല്യാണി പറയാണ്, വക്കീൽ വേണ്ട, ഞാൻ തന്നെയാണ് ഈ കാര്യത്തിൽ വക്കീൽ, ഞാൻ വാദിച്ചോളാം കിരണേട്ടാ, അവന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ ശിക്ഷ ഞാൻ തന്നെ മേടിച്ചു കൊടുത്തോളാം, എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, വേറൊരു വക്കീലിൻ്റെ ആവശ്യമില്ല എന്ന് കല്യാണി പറയാട്ടോ. ഇവനെ ഞാൻ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിക്കും കിരണേട്ടാന്ന് പറയാണ്. അപ്പോൾ കിരൺ ആകെ ഞെട്ടു കേട്ടോ. കല്യാണി നീ ഇത് സത്യം തന്നെയാണോ പറയുന്നത്? അപ്പോൾ കല്യാണി പറയാണ്, തീർച്ചയായിട്ടും കിരണേട്ടാ ഞാൻ സത്യമായിട്ടാണ് പറയുന്നത്, ഇനി എൻ്റെ മറ്റൊരു മുഖമായിരിക്കുള്ളൂ അവൻ കാണാൻ പോകുന്നത്, കോടതിയിൽ ഞാൻ വാദിക്കും, അവനെ ജയിലിലാക്കാനായിട്ടുള്ള അവൻ്റെ അവസാനത്തെ വാദം ഞാൻ വാദിക്കും കിരണേട്ടാ എന്ന് പറയാട്ടോ. അവനെ വെറുതെ വിടരുത് കിരണേട്ടാ, ആദ്യം ശരണ്യയുടെ ജീവിതം നശിപ്പിച്ചു, അത് കഴിഞ്ഞതേ ഇപ്പോൾ സോണിയുടെ ജീവിതം, ആൽബിയേട്ടനെ കൊല്ലാൻ വരെ അവൻ ശ്രമിച്ചു, ഇനി അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല കിരണേട്ടാ, അവന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടിയേ പറ്റുള്ളൂ, എനിക്ക് അങ്ങനെ ഒരു ആങ്ങളയോട് യാതൊരു സിമ്പതിയില്ല എന്ന് കല്യാണി പറയാട്ടോ. അപ്പോഴേക്കും കിരൺ പറയണേ, കോടതിയും പോലീസൊക്കെ വേണോ, നമുക്ക് തന്നെ അവനെ ശിക്ഷിച്ചാൽ പോരെയെന്ന് വയ്ക്കുകയാണ്. അപ്പോൾ കല്യാണി പറയണേ, വേണ്ട, കോടതി തന്നെ വേണം, അവനെക്കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഞാൻ വാദിച്ചോളാം, ഇത്രയേറെ ആൾക്കാരെ അവൻ കണ്ണീര് കുടിപ്പിക്കുമ്പോൾ എന്തായാലും കോടതി അത് കാണാതെ പോയില്ല, അവന് ശിക്ഷ കൊടുക്കണം കിരണേട്ട എന്ന് തന്നെ പറയാട്ടോ. ഈ സമയം ലോക്കപ്പിൽ കിടക്കുന്ന വിക്രത്തിനോട് പോലീസുകാരൻ പറയാണ്, എന്താടാ രാജകുമാര, നീയൊക്കെ പണിയെടുത്ത് തിന്നുവിടേടാ, നിനക്കൊക്കെ നീയൊക്കെ ഇങ്ങനെ കഷ്ടപ്പെട്ട് മറ്റുള്ളവരുടെ വീട്ടിൽ കയറി അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ മുതൽ മോഷ്ടിച്ച് സുഖകരമായിട്ട് ഇങ്ങനെ കഴിക്കുന്നതിലും നല്ലത് നിനക്കൊക്കെ പണിയെടുത്ത് മേലനങ്ങി ഭക്ഷണം കഴിച്ചുവിടടാ. എന്തായാലും നാളെ കോടതിയിൽ വാദിക്കാൻ വരുന്നത് നിൻ്റെ പെങ്ങളാണ് കല്യാണി, എന്തായാലും നിന്നെ അവൾ വെള്ളം കുടിപ്പിക്കും, കഴിഞ്ഞ തവണ നീ ലോക്കപ്പ് വരെ എത്തിയതായിരുന്നു, പിന്നെ നിന്നെ അവിടെ നിന്ന് രക്ഷിക്കാനായിട്ട് ശരണ്യ എന്ന് പറഞ്ഞൊരു പെൺകുട്ടി വന്നു, ഈ തവണ ആരും തന്നെ വരാനായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ നീ കരുതിയിരുന്നു, നീ നാളെ തുടങ്ങി പെട്ടടാ എന്നിങ്ങനെ പോലീസുകാരൻ പറയാട്ടോ. അങ്ങനെ എന്തായാലും പിറ്റേ ദിവസമായി വിക്രത്തെ കോടതിയിൽ എത്തിക്കുകയാണ്. അങ്ങനെ വിക്രത്തെ നമ്മുടെ കോടതി റൂമിൽ ആ കൂട്ടിൽ കയറ്റി നിർത്തിയിരിക്കുകയാണ്. കല്യാണിയും അവിടെ വരികയാണ്. അതേസമയം തന്നെ പരാതിക്കാരിക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമ്മുടെ ജഡ്ജ് ചോദിക്കുകയാണ്. ആ സമയം നമ്മുടെ കല്യാണി പറയാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, കാരണം ഞാൻ തന്നെയാണ് എനിക്ക് വേണ്ടി വാദിക്കാൻ പോകുന്നത്, എന്നെ അതിനു വേണ്ടി അനുവദിക്കണം സാർ എന്ന് പറയാണ്. അപ്പോൾ ജഡ്ജ് സമ്മതിക്കുകയാണല്ലോ, അങ്ങനെ വാദിക്കാം, അതിന് കുഴപ്പമില്ല എന്ന് പറയാണ്. അപ്പോഴേതായാലും കല്യാണിയുടെ മുഖത്ത് ആ ഒരു ദേഷ്യവും വീറും വാശിയും ഒക്കെ കണ്ടിട്ട് വിക്രമാകെ ഞെട്ടുകയാണ് കേട്ടോ. ഇവളിനി എന്താണോ പറയാൻ പോകുന്നത്, ഇവളെന്തായാലും എനിക്ക് ശിക്ഷ മേടിച്ച് തരിക തന്നെ ചെയ്യും, അവളുടെ കണ്ണിൽ എന്നോടുള്ള ദേഷ്യം, അടങ്ങാത്ത പക, ഇതെല്ലാം എനിക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിക്രം മനസ്സിൽ പറയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണി പുതിയൊരു രൂപത്തിലാണ് ഈ ആഴ്ച വരാൻ പോകുന്നത്, ഒരു വക്കീലിൻ്റെ അല്ലെങ്കിൽ ഒരു വാദിക്കുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വക്കീലിൻ്റെ രൂപത്തിൽ. അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു എപ്പിസോഡുകളായിരിക്കുള്ളൂ അടുത്ത ആഴ്ച ഉണ്ടാവുക എന്നുള്ളത് വിശ്വസിക്കാം. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് കാണാം കേട്ടോ. ടാറ്റാ.